മുസ്ലിങ്ങളെ ജനസൈഡ് ചെയ്യുന്ന ജൂതരാജ്യത്തെ 36 പാർലമെന്റ് അംഗങ്ങൾ മുസ്ലിം പള്ളികളിലെ ബാങ്ക് വിളി ശബ്ദ നിയന്ത്രണ നിയമത്തെ എതിർത്തു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആരാധനാലയങ്ങളിൽ ഉച്ചഭാഷിണി സംവിധാനങ്ങളുടെ ശബ്ദപരിധി നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏത് നിയമവും നല്ലതാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ, ഒബ്വിയസ്ലി. പക്ഷേ മതവിശ്വാസം ഉപേക്ഷിച്ച ഒരാൾ എന്ന നിലക്ക് മാത്രമല്ല, ഏത് ശബ്ദവും പരിധിക്കപ്പുറമുള്ളതായാൽ ഒരു പബ്ലിക് ന്യൂസൻസ് ആണ് എന്ന് കരുതുന്ന ആളാണ് ഞാൻ. ഇത് പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇസ്രായേലിലെ മുസ്ലിം പള്ളികളിൽ ഉച്ചഭാഷിണി ഉപയോഗിച്ചുള്ള ബാങ്ക് വിളിയുടെ ശബ്ദപരിധി നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിയമം കൊണ്ടുവരാൻ പോകുന്നു എന്ന വാർത്ത വായിച്ചുള്ള അമ്പരപ്പ് പങ്കിടാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അമ്പരപ്പിന് കാരണം മറ്റൊന്നുമല്ല, പല മുസ്ലിം രാജ്യങ്ങളിലും പള്ളികളിലെ ബാങ്ക് വിളിയുടെ ശബ്ദപരിധിക്ക് വ്യക്തമായ നിയന്ത്രണങ്ങൾ ഉള്ളതായി അറിയാം. ഉദാഹരണത്തിന് സൗദി അറേബ്യ, ഇസ്ലാമിൻ്റെ ജന്മസ്ഥലം. അവിടെ 2021 പള്ളികളിലെ ഉച്ചഭാഷിണികളിലൂടെയുള്ള ബാങ്ക് വിളിയുടെ ശബ്ദം പരമാവധി വോള്യത്തിൻ്റെ 1/3 പരിമിതപ്പെടുത്താൻ സൗദി അറേബ്യൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു. പലസ്തീനികൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലും വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ജീവിക്കുന്ന അറബികൾ. പലസ്തീനികളെ ജനസൈഡ് മുഴുകിയിരിക്കുന്ന ജൂതരാഷ്ട്രം ഇത്രയും കാലമായിട്ടും ആ രാജ്യത്തെ പള്ളികളിലെ ഉച്ചഭാഷിണിയുടെ ശബ്ദപരിധി നിയന്ത്രിച്ചില്ലല്ലോ എന്ന അത്ഭുതം. നമ്മുടെ നാട്ടിൽ ജൂതരാജ്യത്തെക്കുറിച്ചുള്ള നെറേറ്റീവുകൾ വിശ്വസിക്കുന്നവർ കരുതുക ആ രാജ്യത്ത് മുസ്ലിം പള്ളികൾക്ക് തന്നെ അനുമതി കൊടുക്കില്ല എന്നായിരിക്കുമല്ലോ. ഇസ്രായേലിൽ നിന്നുള്ള ഈ വാർത്ത മുഴുവൻ വായിച്ചാൽ ആഖ്യാന വിശ്വാസികളിൽ പലരും കൂടുതൽ ഞെട്ടും. മുസ്ലിം പള്ളികളിൽ ഉച്ചഭാഷിണി ഉപയോഗിച്ചുള്ള ബാങ്ക് വിളിയുടെ ശബ്ദപരിധി നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബില്ല് ഇസ്രായേൽ പാർലമെൻറ്റായ നെസറ്റിൽ ബുധനാഴ്ചത്തെ പ്ലീനത്തിൽ പ്രാഥമിക വായനയിൽ നിയമം പാസാക്കി എന്നാണ്. ഇസ്രായേലി പാർലമെൻറ്റിൽ ഒരു ബില്ല് നിയമമാകുന്ന പ്രക്രിയകളാണ് അതിൻ്റെ വായനകൾ. 3 പ്രധാന വായനകളിലൂടെയും ഇടക്കാല കമ്മിറ്റികളിലൂടെയും നടക്കുന്ന പ്രക്രിയകളിലൂടെയാണ് ബില്ല് നിയമമാകുന്നത്. സ്വകാര്യ ബില്ലുകൾക്ക് പ്രിലിമിനറി റീഡിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞ് 1ാം വായനയും 2ാം വായനയും 3ാം വായനയും ഉണ്ടാവും. 3ാം വായനയിൽ വോട്ട് ചെയ്യപ്പെട്ടാലാണ് ഒരു ബില്ല് നിയമമാവുക. ഈ ഇസ്രായേലി പാർലമെൻറ്റിൽ വന്ന മുഅസ്സിൻ ബില്ല് പാസ്സായത് പ്രിലിമിനറി റീഡിങ്ങിലാണ്. അതായത് സ്വകാര്യ ബില്ലിൻ്റെ ആദ്യ കടമ്പ കടന്നു എന്ന് മാത്രം. 120 അംഗങ്ങളാണ് ഇസ്രായേലി പാർലമെൻറ്റിൽ. എന്നാൽ ഈ ബില്ലിൻ്റെ വായനയുടെ വോട്ടിങ്ങിൽ 86 പേർ മാത്രമേ ഹാജരായുള്ളൂ. അവരിൽ 50 പേര് ബില്ലിനെ അനുകൂലിച്ചു വോട്ട് ചെയ്തപ്പോൾ 36 പേർ എതിർത്ത് വോട്ട് ചെയ്തു. മുസ്ലിങ്ങളെ ജനസൈഡ് ചെയ്യുന്ന ജൂതരാജ്യത്തെ 36 പാർലമെൻറ്റ് അംഗങ്ങൾ മുസ്ലിം പള്ളികളിലെ ബാങ്ക് വിളി ശബ്ദ നിയന്ത്രണ നിയമത്തെ എതിർത്തു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ ജൂതരാഷ്ട്രം മുസ്ലിം വിരുദ്ധമാണെന്ന്? 2025 ജനുവരിയിൽ അറബ് മെമ്പർ ഓഫ് ക്നെസറ്റ് ഐമൻ ഒദേ ഗാസ യുദ്ധത്തിലെ താൽക്കാലിക വെടിനിർത്തലിനിടെ ബന്ദികളുടെയും തടവുകാരുടെയും മോചനത്തിൽ സന്തോഷമുണ്ട്, ഹാപ്പി ഫോർ ദ റിലീസ് ഓഫ് ദ ഹോസ്റ്റേജസ് ആൻഡ് പ്രിസണേഴ്സ് എന്ന് പറഞ്ഞു. പലസ്തീൻ തടവുകാരുടെ മോചനത്തിലും സന്തോഷമുണ്ട് എന്ന് പറഞ്ഞത് അവിടെ വിവാദമായി. വലതുപക്ഷ MKമാർ ഇത് തീവ്രവാദത്തെ പിന്തുണക്കുന്ന പ്രസ്താവന എന്ന് ആരോപിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒദയെ ഇംപീച്ച് ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു. എന്നാൽ അവസാന ഘട്ടത്തിൽ ആവശ്യമായ 90 വോട്ടുകൾ ലഭിക്കാത്തതിനാൽ ഇംപീച്ച് ശ്രമം പരാജയപ്പെട്ടു. അതാണ് അപ്പാർത്തൈഡ്. അതായത് ഒരുപാട് ജൂത MKമാർ മുസ്ലിം MKയെ ഇംപീച്ച് ചെയ്യാൻ കൂട്ടുനിന്നില്ല. ഏതായാലും നമ്മുടെ ഈ പറഞ്ഞ ഇസ്രായേലി മുഅസ്സിൻ ബില്ലിന് നിയമമായി മാറുന്നതിന് മുമ്പ് 3 വായനകൾ കൂടി ആവശ്യമുണ്ട്. പാർലമെൻറ്റിൽ കടുത്ത വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഇത് പ്രാഥമിക വായനയിൽ പാസ്സായത്. ഈ ബില്ല് മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നാണ് ഇതിനെ എതിർക്കുന്നവർ വാദിച്ചത്. ഓർക്കുക, ഇപ്പോഴത്തെ പാർലമെൻറ്റിൽ 10 അറബ് MKമാർ മാത്രമാണുള്ളത്. എന്നുവെച്ചാൽ ജൂത MKമാരും ഈ ബില്ലിനെ എതിർത്തു എന്നർത്ഥം. ഏതായാലും
ഈ നിയമം പാസ്സാകുമോ എന്ന് ഇപ്പോൾ പറയാനാവില്ല. നിയമം പാസ്സായാൽ പെർമിറ്റ് ലഭിച്ചില്ലെങ്കിൽ പള്ളികളിൽ ഉച്ചഭാഷിണികൾ സ്ഥാപിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും നിയന്ത്രണമുണ്ടാവും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശബ്ദപരിധി ലംഘിക്കുന്നതിനെതിരെ നിയമം ഉണ്ടാവണം. ലംഘിക്കുന്നവർ പള്ളികളായാലും അമ്പലങ്ങളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും.